നമ്മുടെ രണ്ടാമത്തെ കരിക്കെന്താ വെട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെ കരിക്കാരി മൂത്തിട്ടില്ല എന്നാണ് അല്ലേ മോൾസല്ലേ? തിന്നാൻ പറ്റില്ലേ? തിന്നാൻ പറ്റും. നല്ലതെന്നുണ്ടല്ലേ? വെള്ളം കുറവ് അതേ മൂത്തിട്ടില്ല. നമ്മൾ 2 സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റെപ്പ് അവിടെ കുറച്ച് മൂപ്പായിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇത് നല്ല കറക്റ്റ് പാകട്ടെ. ഇതിൻ്റെ ഉള്ളിലൊരു പുൽക്കൂടാക്കി ഇരിക്കുന്നുണ്ട്. ഇത് പുൽക്കൂടല്ലേ? അതാ പുൽക്കൂടാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ മുകളിലേക്ക് പിന്നെ ഒരു റൂമാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട്. അത് അടച്ചിട്ടേക്കാന്നാണ് അല്ലേ? ഇതിലാണ് ഒരു സ്റ്റെപ്പ് മുകളിലേക്കുള്ളത്. ഒരോടി വേണം. ഇവിടെ അടക്കിയിരിക്കുന്നുണ്ടല്ലോ. അടക്കല്ലേ? നമ്മുടെ സൂസുക ഉറക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ചേച്ചിമാരൊന്നും കഥയാണ് ബോറടിച്ചിരിക്കുക. ഞങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് എവിടെയും പോകാറുണ്ട്. പക്ഷെ ഇന്ന് ആകെ മഴയ്ക്കുള്ള ഒരു ഇതൊക്കെ ആയിട്ട് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എങ്ങും പോയില്ല. അപ്പുറത്ത് കാണുന്നേട്ടാ ഞങ്ങളുടെ തറവാടാട്ടത്. അല്ല നമ്മുടെ തറവാട് കാണിച്ചാൽ നമ്മുടെ തറവാട്. നാളെ അവിടെ പള്ളിയിൽ പെരുന്നാളാട്ടോ. അതിൻ്റെ വെടിക്കെട്ടാണ് കാണുന്നത്. നാരങ്ങ കുറെ പൊഴുത്തണ്ടല്ലോ. എത്ര താഴെ വീണ് കിടക്കുന്നത്? എനിക്ക് ഓറഞ്ച് പോലെയാണ് തോന്നുന്നത്. ഞാൻ തോട്ടിയെടുത്തിട്ടു. അപ്പൊ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ കുറച്ച് പഴങ്ങളായിട്ട് മരങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ കുറച്ച് പഴങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് പുതിയൊരു പഴം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സണ്ടൂൾ അല്ലേ? സണ്ടൂൾ എന്ന് പറഞ്ഞാണ് അതിൻ്റെ പേര്. പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് വലിയ മരമായി പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും പറിച്ച് നോക്കിയിട്ട് അത് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മരത്തിൻ്റെ പകുതി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആർത്തി പിടിക്കുന്നുണ്ട്. പക്ഷെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വേറെ കുറേ ഇങ്ങനെ പഴങ്ങളുടെ മരങ്ങളൊക്കെ നിൽക്കണതുകൊണ്ട് അതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആർത്തി പിടിച്ചതുകൊണ്ട് അത് തന്നെയാണ് കൂടുതൽ സ്ഥലം എടുക്കുന്നത്. പക്ഷെ അത് കുറച്ചുകൂടി നീക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ എന്തായാലും അത് ഒരെണ്ണം എനിക്ക് അവിടെ പാകമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ബോട്ട്സൻ്റെ ചേട്ടനുണ്ടല്ലോ അത് ഈ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വന്ന് കൊത്തിക്കൊണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ അത് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറിച്ച് നോക്കാം. പിന്നെ ഇവിടെ നമുക്ക് ഓറഞ്ച് പോലത്തെ നാരങ്ങ ഉണ്ടല്ലോ അതുണ്ടായിട്ടുണ്ട്. അത് കുറേ പഴുത്തൊക്കെ നിൽക്കണുണ്ട് കേട്ടോ. അതുണ്ട്. പിന്നെ പേരയ്ക്ക ഇങ്ങനെ പഴുത്തൊക്കെ വരണുള്ളൂ. പക്ഷെ എനിക്ക് 2-3 പഴുത്തൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാവൽപ്പഴത്തിൻ്റെ മരമൊക്കെ ഉണ്ട്. പക്ഷേ ഞാവൽപ്പഴം ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഞാവൽപ്പഴത്തിൻ്റെ സീസണാണെന്ന് തോന്നണം. പക്ഷേ ആ മരം എന്തായാലും ഭയങ്കര ഹൈറ്റിലേക്ക് പോയിട്ടുണ്ട്. അത് നമ്മൾ പകുതി വെച്ചിട്ട് വെട്ടി നിർത്താൻ വേണ്ടിയിട്ട്
പോകണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേ ഹൈറ്റിലേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സണ്ടൂൾ എന്ന് പറഞ്ഞ ഫ്രൂട്ട് നമുക്ക് പറിച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ തോട്ടി എടുക്കുന്നുണ്ട്. ഇങ്ങയുടെ പോലത്തെ ഓറഞ്ച് നിൽക്കുന്നത് അതും പറിക്കണം. അത് ശരിക്കും പഴുത്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും നല്ല ഓറഞ്ചിൻ്റെ കളർ നല്ല ഓറഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സണ്ടൂൾ നമുക്ക് പറിക്കാം. ആദ്യമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴം. ഇതാണ് സാധനം. ഇത് നിങ്ങൾ മിക്കവരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ തുറന്ന് കാണിക്കട്ടെ. പിന്നെ നമ്മൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ വർഷം ആദ്യമായിട്ടുണ്ടായത്. ആ സൈഡിൽ പറഞ്ഞ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പാകമായിട്ടില്ലെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇല വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് അടയൊക്കെ ചൂടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പമുണ്ട് കേട്ടോ. അടയൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല ഇല കേട്ടോ. വേണമെങ്കിൽ അടയ്ക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചുട്ട് നോക്കാം. കാരണം നല്ല വീതിയൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ ഒരു നല്ല ഫ്ലേവറൊക്കെ ചിലപ്പോൾ കിട്ടിയിരിക്കും നമുക്ക്. അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇല്ല. ഇത് നമുക്കൊന്ന് നോക്കാം. പിന്നെ ഇവിടെ കുറേ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. എല്ലാ വർഷം നിങ്ങൾ വരുമ്പോൾ കാണിച്ചു തരാറുണ്ടല്ലോ. കഴിഞ്ഞ വർഷം നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ മറ്റേ സാധനം ഉണ്ട്. അയ്യോ ഇതിൻ്റെ പേരെന്താ സാധനം? അതിൻ്റെ പേരെന്താ പോലത്തെ നമ്മളവിടെ കാണുമ്പോൾ ഭയങ്കര വിലയുള്ള ഫ്രൂട്ട്? മംഗോസ്റ്റിനും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ വണ്ടി പോണ സൗണ്ട്. മംഗോസ്റ്റിനും ഉണ്ടായിട്ടുണ്ട്. നീന ഒന്ന് കാണിച്ചു. പക്ഷെ ഇത് കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുഞ്ഞിത് ചിലത് ഉണ്ടായിരുന്നതാണ്. ഇത് മംഗോസ്റ്റിൻ്റെ പോലെ തന്നെയാണ്. ഇതിൻ്റെ ഞാൻ വീഡിയോസൊക്കെ ഉണ്ടായിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുരുവിൻ്റെ ഉള്ളിൽ ഒരുപാട് കഴിക്കാനൊന്നും ഇല്ലെന്ന് തോന്നുന്നത്. കാണുമ്പോൾ കുറേ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സീഡ്സ് മാത്രം ചപ്പി കഴിക്കാനുള്ളത് ഉള്ളതാണ്. പക്ഷെ ദൈവം ഇതിനെ ഭയങ്കരമായിട്ട് ബന്ധോസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ മറ്റേ പറഞ്ഞിട്ടുണ്ട്. അതിനുണ്ടുള്ള മറ്റേ പീനട്ട് ഫ്രൂട്ട്, പിന്നെ ചെറി, അതൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇത് നമുക്ക് കട്ട് ചെയ്യുന്ന ചാമ്പക്കുണ്ട്. കുറേ ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട്. നമുക്ക് പേരയ്ക്ക് വേണ്ടിയിട്ട് പറിക്കാം. പേരയ്ക്ക് പറിച്ചിട്ടുണ്ട്. ഈ പേരമ ഉണ്ടല്ലോ, ഇത് നമ്മളെ ഇങ്ങനെ എല്ലാ വർഷം ഇതാണ് പ്ലാസ്റ്റിക്കിൻ്റെ കവർ കിട്ടി വെക്കണം. ഇത് ഉള്ളിൽ ചുമന്നതായിട്ടുള്ള പേരയ്ക്ക കേട്ടോ. നല്ല ടേസ്റ്റാണ്. എപ്പോഴും ഇതൊന്നും പേരയ്ക്ക ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കഴിക്കാൻ വേണ്ടി ഇഷ്ടമുള്ള സാധനമാണ് പേരയ്ക്ക. പ്രത്യേകിച്ച് പോൾസാറിന് ഭയങ്കര ഇഷ്ടമാണ് പേരയ്ക്ക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സീസണിലും ഇതുമ്പോൾ പേരയ്ക്ക ഉണ്ടാവുന്നുണ്ട്. ഇത് കിളികളൊക്കെ കൊത്തിയിട്ടിട്ടുണ്ട് ഇവിടെ. ഇത് പറഞ്ഞാൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ടല്ലോ. ഇത് കവർ വെച്ചിട്ട് സ്റ്റാപ്ലർ വെച്ചിട്ട് ഒട്ടിച്ചേക്കാം. കവർ കെട്ടിയിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നാരങ്ങ പറിക്കാം. പക്ഷെ ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ ഞാവലാന്ന് പറഞ്ഞില്ലേ, ഇത് എന്തോ വലിയ മരമായി പോയി എങ്ങനെയെന്നറിയാം. ഇത് ഒട്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഒട്ടയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് ഭയങ്കര വലിയ മരമായിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക, ഇത് ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് ആണാണോ എന്ന് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഇതിന് വെട്ടിക്കളയുന്നു. എനിക്ക് പുതിയതൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് ഇരിക്കുമ്പോൾ തന്നെ പഴങ്ങൾ ഉണ്ടാവണുണ്ടല്ലോ. ഈ വർഷം നമുക്ക് കരിക്ക് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആദ്യം നമ്മൾ വരുന്ന സമയത്ത് കരിക്ക് തീരെ ഉണ്ടായിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ തെങ്ങൊക്കെ നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് അതിന് തേങ്ങ പിടിച്ചിട്ടുണ്ട്. കരിക്ക് കുറേ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ആ തെങ്ങ് പോയി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ക്ലീൻ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അത് നല്ല ഉഷാറായിട്ട് തോന്നുന്നു. ഇത് കടലല്ല, ഇത് കായല. പിന്നെ ഇത്
അതൊന്നുമില്ല മറ്റുള്ളതൊന്നുമില്ല. മീനൊന്നും പൊടിക്കില്ല. അല്ല മീന എന്തെല്ലാം ഉണ്ട്. വട്ടാമറ മീനൊന്നും പൊടിക്കില്ല. കട്ടിയല്ല എനിക്ക് അതിൻ്റെ വീഡിയോ ഇല്ല ഒന്ന് പൊടിക്കില്ല. കണ്ടോ ചേട്ടാ ഇതിനെ നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെ പുറത്ത് ചില്ലില്ല വേണ്ടേ? ആ ഈ മീൻ എന്താ വില? കൊഴുവ കിലോ 100. ആദ്യം വന്ന് മേടിക്കാൻ അതൊരു കിലോ. അപ്പോൾ നമുക്ക് അങ്ങനെ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ചേട്ടൻ ഇതിനു മുമ്പ് നമ്മൾ മീൻ വാങ്ങിച്ചേക്കുന്ന വീഡിയോയിൽ ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടൻ്റെ വീഡിയോയുടെ അടുത്തല്ലേ? ഞങ്ങൾ ഇന്നലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഞങ്ങൾ വിളിച്ചു വരുമ്പോൾ വേഗം കിട്ടാറുണ്ടായിരുന്നു. ആ പല്ലിനുണ്ടോ നോക്കിയിട്ടുണ്ടോ നിൽക്കുന്നത്. മീനിന്റെ പല്ലിന്റെ സമയമാണല്ലോ. ചെറുതാണ്, ചെറിയ പല്ലിന്. പല്ലിന് ഓ എന്നാണ് കനം കുറച്ച് പീസാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് നല്ല മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് കുഴമീനാണ്. പിന്നെ ഇത് കൊഴുവ. ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളൂ പറിക്കാം. നമ്മുടെ മറ്റേ ഫ്രൂട്ട് നമ്മൾ കട്ട് ചെയ്തില്ലല്ലോ. അകത്തേക്ക് കേട്ടാൽ ഇവിടെ കാക്കിണ്ട്. നല്ല തോട്ടിയാണ്, നല്ല സ്റ്റീലിൻ്റെ തോട്ടി. ഈ നമ്മളിവിടെ ഓറഞ്ച് പഴുത്തിട്ടുണ്ട്. ഓറഞ്ചാണ് നാരങ്ങയാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. മീനെ നമുക്ക് കാണിച്ച് അത് ഷെയ്ഡ് വരുമ്പോൾ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ശരിക്കും കൈ കൊണ്ടേ പറിക്കാം. മരം മറിഞ്ഞു വീഴോ പിടിക്കുമെന്ന് അറിയത്തില്ല. ഇതിൻ്റെ തൊലി പൊളിച്ചിട്ട് കേട്ടോ നമുക്ക്. മഴ പെയ്താണ് നിറച്ച് വെള്ളം. കാണിച്ചു റോസ് കാണിച്ചോടാ. വെള്ളം വരുന്നു. ഇതാട്ടാ നമ്മുടെ ഓറഞ്ച് തൊലി കളിക്കട്ടെ. ശരിക്കും ഇത് പച്ചയായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഇതിനെ പിഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം കുടിക്കാം. പഴുത്തിട്ട് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. മധുരം ഉണ്ടോ നാട്ടെ? ഭയങ്കര പുളിയാ. എൻ്റെ അമ്മ പുളിയെന്ന് വെച്ചാലുണ്ടോ ഒരു ജാതി പുളി. അത് പഴുത്താലും മധുരം വയ്ക്കുന്ന എനിക്ക് തോന്നണില്ല. കുറച്ചുകൂടി എന്തെങ്കിലും പറിച്ചെടുക്കാൻ. പക്ഷെ ഇത് വെച്ചിട്ട് നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. പക്ഷെ അതന്നെ പറിക്കൽ നമ്മൾ നിർത്തി വെച്ചേക്കാം. പിന്നെ എന്താ വെച്ചാൽ നല്ല പുളി കറിയിൽ പുളിക്കൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. എനിക്കോണം അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അച്ചാർ വിനീഗറിന് വരെ നമുക്ക് ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഈ തോട്ടിയിൽ ഇത് പെടുന്നില്ലാന്ന് ഇവിടെ തോട്ടീച്ച് പറയാൻ നിറച്ചും വെള്ളം. പിന്നെ നിങ്ങളെ ഇതോടെ ഇരിക്കട്ടെ. ഇത് കരിയില്ല. ഏതായാലും പിഴിഞ്ഞാലും പിഴിഞ്ഞ് ഉപ്പൊക്കെ ഇട്ടിട്ട് നാരങ്ങ നല്ലതായിട്ട് കുടിക്കാനുള്ളത്. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു വേപ്പുണ്ട്. അത് കാണിച്ചു കേട്ടോ നിങ്ങളെ. ഇത് വെള്ളം ഇത് മുരിങ്ങ കേട്ടോ.
ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിയുമ്പോൾ നല്ല പൊക്കത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നു കഴിയുമ്പോൾ അതിൻ്റെ വെട്ടാൻ വേണ്ടി പറഞ്ഞിട്ട് വെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഭയങ്കര പൊക്കത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇത് രണ്ടാമത് പിടിച്ച് വരുന്നുണ്ട്. കാരണം നമുക്ക് ഇല എടുക്കാൻ വേണ്ടി നല്ലതാണല്ലോ. വെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നോക്കി, ഇത് നമ്മുടെ സാധാരണ വേപ്പാട്ടോ. ഇതിനകത്തൊന്നുമില്ല, നമ്മളെല്ലാവരും കാണുന്ന വേപ്പാണ്. ഇവിടെ സാധാരണ അല്ലാത്തൊരു വേപ്പ്. ഇതിൻ്റെ ഇല നോക്കിയേ, ഇതിൻ്റെ ഇലയും അതിൻ്റെ ഇലയും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിന് നല്ല മണാട്ടാ. മറ്റേ നമ്മുടെ ഇത് മണമെന്നറിയാം. നമ്മുടെ സാധാരണ വേപ്പിനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഈ വേപ്പിൻ്റെ ഇലയ്ക്ക് ശരിക്കും കത്തിക്കുന്നത് നമ്മൾ കത്തി കൊടുക്കും. ഈ ഇലയുടെ പ്രത്യേകത ഉണ്ടോ, നല്ല നീളം ഇല. ശരിക്കും കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൈലാഞ്ചിയുടെ ഇല പോലെയാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്, നീളത്തിലുള്ള ഇല. മറ്റേ ഇലയും ഇതും കൂടി വെച്ച് നോക്കിയിട്ട് ഇതും കൂടി വെച്ച് നോക്കുമ്പോൾ ശരിക്കും കാണുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ട്. അതൊന്നും ഉണ്ടായി നിൽക്കുന്നത് കൂട്ടായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് നല്ല വേപ്പായിരുന്നു എനിക്കാണോ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്ത് നിർത്തിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ആർത്ത് പിടിച്ച് തരും. അപ്പോൾ ഇതാണ് നിങ്ങളെ കാണിക്കാൻ തന്നെ കറിവേപ്പില അതിനോട് വേണ്ടതുണ്ട്. നമുക്ക് പെട്ടെന്ന് കറിയൊക്കെ വയ്ക്കുമ്പോഴുണ്ടല്ലോ എന്തായാലും വേണമെങ്കിൽ വന്ന് നമുക്ക് പറിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമ്മുടെ മറ്റേ ഫ്രൂട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. അവിടെ ഇത് നമ്മളത് കട്ട് ചെയ്ത് നോട്ടേട്ടാ. ഇതെങ്ങനെ കട്ട് ചെയ്യുക, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലെ പരിപാടിയെന്ന് അറിയില്ല നമുക്ക്. ഇവിടെ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്താലും മഴ പെയ്യുന്ന സമയത്ത് മാത്രം ഒരു തണുപ്പുള്ളൂ, അല്ലെങ്കിൽ നല്ല ചൂടുണ്ട്. ഇത് ആദ്യമേ ഇവിടെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ അധികമൊന്നും ഇല്ല കഴിക്കാൻ വേണ്ടി. സത്യം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഈ ബംബ്ലോസ് നാരങ്ങ പോലെയാണ്. പക്ഷെ ബംബ്ലോസ് നാരങ്ങ പിന്നെ അതിൻ്റെ ഉള്ളിലുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഇവിടെ ഈ സെൻറ്ററിൽ കാണാം ഈ കായ മാത്രം. ഈ കായക്ക് ടേസ്റ്റ് ഉണ്ടോ നോട്ടെ കേട്ടോ. കായ്ക്ക് രസമുണ്ട് കേട്ടോ. നല്ല ഉള്ളിലെ കായ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇത്ര കായ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാനുള്ള സാധനം ഇതിനകത്ത് വളരെ കുറവാണ്. ഇത്രയ്ക്കേ ഉള്ളൂ അയ്യക്കൂടി. ഇത് വെച്ചിട്ട് വല്ല സ്മൂത്തിയാ ഷേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. അയ്യക്കൂടി എനിക്ക് കിട്ടിയത് ഇത്രയ്ക്കാണ്. നമ്മൾ വെട്ടണോ വെട്ടണ്ടേന്ന് വെച്ചിട്ട് കാരണം മൊത്തം ആർത്ത് പിടിച്ചേക്കാണല്ലോ. പക്ഷെ അത് അധികം കഴിക്കാനില്ല. ടേസ്റ്റ് ഉണ്ട്. നിനക്ക് ഇറങ്ങിയിട്ടുണ്ട് ചപ്പാത്തി ഉണ്ട്. ചപ്പാത്ത ഓഫ് ചെയ്തു നമ്മുടെ ഫുഡ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിലെ കുരു മാത്രമല്ല കഴിക്കാൻ തോന്നുന്നു, ഇതിൻ്റെ സൈഡിനോട് ചേർന്നിട്ട് നിൽക്കുന്നുണ്ട്. അത് ഞാൻ വായിലേക്ക് ഇടുമ്പോൾ കുരുവിൻ്റെ ചുറ്റോറുണ്ടായിരുന്ന ആ ഫ്ലഷിൻ്റെ സെയിം ടേസ്റ്റ് തന്നെ ഇല്ല. നിങ്ങൾ ആരെങ്കിലും അറിയണവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയണോട്ടെ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ തന്നെ വടിച്ചെടുത്തിട്ട് സ്മൂത്തി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലതാന്ന് തോന്നുന്നു. കുരു മാത്രമല്ല കഴിക്കാൻ. എൻ്റെ അടുത്ത് സ്പൂണില്ല കേട്ടോ, നമ്മൾ കൈ കൊണ്ട് പോയി തന്നെ. നമുക്കൊരു മതി ടേസ്റ്റ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ മാത്രം നല്ല കഴിക്കാൻ. കോൺസെർട്ട് നോക്കിക്കേ. സെയിം ടേസ്റ്റ്
അവിടെ പ്രോത്സാഹനത്തിൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ കുറേ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ കുറച്ച് കൊടുക്കുന്നുണ്ടോ. പേരയ്ക്ക നമ്മൾ പറിക്കുന്നത് എനിക്കാണോ ഈ ബാക്കിയുള്ള പേരയ്ക്ക അവിടെ ചേട്ടൻ കെട്ടി വെക്കേണ്ടത് കേട്ടോ. ആ കെട്ടി വെക്കണേ നമുക്ക് കിട്ടണ്ട, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കിട്ടത്തില്ല. ഇതാ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കട്ടെ. ഇതാട്ടോ ഞങ്ങളുടെ തറവാടാട്ടോ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തറവാട്. നല്ല മഴ പെയ്യുന്നുണ്ട് അതൊക്കെ. അവിടുത്തെ കോഴിക്കോടാട്ടാ. അതെനിക്ക് തോന്നുന്നു കിണർ നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം പോകുന്നുണ്ടാന്ന് തോന്നുന്നു കേട്ടോ. കിണറിൻ്റെ സൈഡിലാണ് ഓവ് വെച്ചേക്കുന്നത്. ഒന്ന് പോയി നോക്കണം. കിണർ അത്രയ്ക്ക് അധികം നിറയോ, നിറഞ്ഞിട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നണേ വെള്ളം. അവിടെ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കട്ടെ. ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ തിരുമാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മുകളിലവിടെ കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥലമില്ല. അതുകൊണ്ട് മഴ പെയ്താൽ അത്രയ്ക്ക് കുഴപ്പമില്ല. പക്ഷെ 2-3 ദിവസമായിട്ടൊന്നും അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിട്ട് ഞാൻ വന്നിട്ട് നന്നായിട്ട് മഴ പെയ്യുന്നത്. അപ്പോൾ തന്നെ അവിടെ കരിക്ക് വെട്ടാൻ വേണ്ടിയിട്ട് പോയിരുന്നു കേട്ടോ. മഴയാ. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് ഇവിടെ ഉണ്ടല്ലോ ടാറായിട്ട് ഇട്ടേക്കുന്നത്. നമുക്ക് അവിടെ ന്യൂയോർക്ക് വീട്ടിൽ നമ്മൾ ടാറാണല്ലോ ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടാറിടുന്നത് വലിയ ഇഷ്ടമായിരുന്നു. കാരണം ഇഷ്ടിയൊക്കെ വിരിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഭയങ്കര പൂപ്പായിലൊക്കെ വരും. പിന്നെ നിറച്ച് പുല്ലൊക്കെ വളരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടാറിട്ട് അവിടേക്ക് നമ്മൾ ടാറാണല്ലോ ഇട്ടേക്കുന്നത്. എനിക്ക് ടാറിടുന്നത് എപ്പോഴും ഇഷ്ടം. കാരണം അപ്പോൾ മെയിൻ്റനൻസ് ഒക്കെ കുറവാണല്ലോ. നല്ല പൂര മഴയാണ്. ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടുണ്ട്. പക്ഷെ മഴ അങ്ങനെ പെയ്തിട്ടുണ്ടായിരുന്നില്ല. രാത്രിയൊക്കെ ഒന്ന് ചെറുതായിട്ട് പെയിനുണ്ടായിരുന്നേ.
ഇന്നോട്ടെ നന്നായിട്ട് മഴ പെയ്യുന്നത്. നമ്മുടെ വേപ്പൊക്കെ ഇതാ നോക്കിക്കേ, മഴയത്ത് നന്നായിട്ട് കുളിച്ച് നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ പള്ളിയാട്ടാ. അവിടെ പള്ളിയിൽ പെരുന്നാളാണ്. ഇന്ന് വൈകിട്ട് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. കരിമരുന്ന് ഉപയോഗം, പിന്നെ ഡാൻസ് ഒക്കെ, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ മഴ എങ്ങനെയാണെന്ന് അറിയില്ല. വൈകിട്ട് നമ്മൾ പള്ളിയിൽ അതൊക്കെ കാണാം. രാവിലെ നമ്മൾ പള്ളിയിൽ കുർബാനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് നമ്മൾ അതിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇന്ന് നല്ല മഴയാണ്. രണ്ട് ചേട്ടന്മാർ കൊടയൊക്കെ കൂടി പോകണമെങ്കിൽ ഇങ്ങനത്തെ ഫീലിങ്സൊക്കെ എനിക്ക് നമ്മൾ നാട്ടിൽ നിന്ന് പുറത്തൊക്കെ പോയി നിൽക്കുന്നവർക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു മനസ്സിനൊരു സന്തോഷമായിരിക്കുമല്ലോ. നല്ല മഴ പെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ മഴ പെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതിയായിരുന്നു. പക്ഷേ എറണാകുളം സൈഡിലൊക്കെ എപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ തൃശ്ശൂർ സൈഡിലേക്ക് മഴ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഹോൾസെയിലിന് അവിടെ ഇവിടെ സഹായിക്കുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടന് അവിടെ അവരുണ്ട് മഴയിൽ വെട്ടും. അവിടെ നിൽക്കാട്ടോ അവിടെ കരിക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർ വെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ അതാ വെള്ളത്തിന് വേണ്ടിയിട്ട് പാത്രം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ മഴ ചെയ്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പാത്രം എടുത്തുണ്ടോ? പാത്രം എടുത്തുണ്ടോ? ഞാൻ കൊണ്ടില്ല. നാട്ടിലെ മഴയ്ക്ക് വേറൊരു ഫീലാണല്ലോ. അമേരിക്കയിലെ മഴയ്ക്കും വേറൊരു ഫീലാണ്. പക്ഷേ ഇടി വെട്ടണില്ല കേട്ടോ. ഇടി വെട്ടുമ്പോഴാണ് ഏറ്റവും പേടിക്കേണ്ടത്. പക്ഷേ ഇടി വെട്ടണില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നവംബറിലേക്ക് വന്നു കഴിയുമ്പോൾ ഭയങ്കര ഇടിവെട്ടായിരുന്നു. ആ സമയത്ത് വല്ലപ്പോഴും മഴ പെയ്യാം. പക്ഷെ ഭയങ്കരമായിട്ട് ഇടിവെട്ടായിരുന്നു. ഇവർ ഒന്ന് മഴ മാറിയിട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല അവിടെ. പക്ഷെ ഇന്ന് ഇപ്പം ഇന്നും അടുത്തൊന്നും മഴ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കല്ലാണ് ഇഷ്ടികയാണ് വിരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ നിറച്ച് പുല്ല് പിടിച്ചാലേ അവിടെ. വെള്ളം കുറവാണെന്നോ? മറ്റേത് അധികം മൂത്തട്ടില്ലാന്ന് പറഞ്ഞു. അത് അതൊക്കെ വെള്ളം പോവാണല്ലോ. അയ്യോ വീഴ്ച വരും.
മുറുക്കുണ്ടോ? കപ്പയുടെ മുറുക്കുണ്ടോ? കപ്പയുടെ മുറുക്ക് ഇല്ല. ആഹാ, അതില്ല. ഇവിടെ വളരെ നല്ല ഇതെന്താ വില? 50 രൂപ. എത്ര? 50. എന്തോരത്തിന്? 12. ഡസന് എത്രയെന്ന് പറഞ്ഞേ? 50. 50. ആഹാ.